പോളണ്ടിൽ മാക്സിമില്യൻ കോൾബെ എന്നൊരു വൈദികനുണ്ടായിരുന്നു. സ്നേഹം നിറഞ്ഞ വലിയ മനസ്സായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ഒരിക്കൽ ഹിറ്റ്ലർ എന്ന ക്രൂരനായ ഭരണാധികാരി കോൾബെയെ അറസ്റ്റ് ചെയ്ത് തടങ്കൽ പാളയത്തിലടച്ചു. ഇങ്ങനെ നൂറുകണക്കിന് നിരപരാധികളെ ഹിറ്റ്ലർ തടവിലാക്കുകയും മർദ്ദിക്കുകയും കൊല്ലുകയും ചെയ്യുന്ന കാലമായിരുന്നു അത്. ഹിറ്റ്ലറുടെ പീഡനം സഹിക്കാനാവാതെ ഒരു ദിവസം ഒരു തടവുകാരൻ ജയിൽ ചാടി രക്ഷപ്പെട്ടു. അയാളെ പിടികൂടാൻ കഴിയാതെ വന്നപ്പോൾ അതിനു പകരം മറ്റു 10 പേരെ പട്ടിണിക്കിട്ട് കൊല്ലാൻ ആ ഭീകരൻ കൽപ്പിച്ചു. കൊല്ലാനുള്ള 10 പേരുടെ പേരുകൾ ഒന്നൊന്നായി വിളിക്കാൻ തുടങ്ങി. അക്കൂട്ടത്തിൽ ഫ്രാൻസിസ് എന്നു പേരുള്ള ഒരു തടവുകാരനുമുണ്ടായിരുന്നു. തൻ്റെ പേര് വിളിച്ചപ്പോൾ ഉച്ചത്തിൽ പൊട്ടിക്കരഞ്ഞു. അത് കേട്ട് ചുറ്റുമുണ്ടായിരുന്നവരും സങ്കടപ്പെട്ട് കരഞ്ഞു. അയാൾ പറഞ്ഞു, എൻ്റെ മാതാപിതാക്കളെയും കുടുംബത്തെയും സംരക്ഷിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. എന്നെ കൊല്ലരുത്, കൊല്ലരുത്. അയാൾ കൈകൂപ്പി. ഫ്രാൻസിസിൻ്റെ കരച്ചിൽ കേട്ട് 10 പേരിൽ പെടാതെ നിന്നിരുന്ന കോൾബെ മുന്നോട്ട് വന്നു. അദ്ദേഹം പറഞ്ഞു, ഫ്രാൻസിസ് ഒരു കുടുംബത്തിൻ്റെ വിളക്കാണ്, അത് കെടുത്തരുത്. അയാൾക്ക് പകരമായി ഞാൻ മരിച്ചുകൊള്ളാം, എനിക്കത് സന്തോഷമാണ്. അങ്ങനെ ഫ്രാൻസിസ് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. കോൾബെയും കൂട്ടരും ജയിലിൽ അടയ്ക്കപ്പെട്ടു. 1 മാസത്തെ ക്രൂരമായ പീഡനത്തിനു ശേഷം കോൾബെയെ ഹിറ്റ്ലർ വിഷം കുത്തിവെച്ച് കൊന്നു. എങ്കിലും കോൾബെയുടെ നന്മ മരിച്ചിട്ടില്ല. ആ നന്മയിലൂടെ കോൾബെ കാരുണ്യത്തിൻ്റെ കെടാവിളക്കായി ഇന്നും ജീവിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരു നിമിഷം നമുക്ക് കരംകൂപ്പി പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, വേദനിക്കുന്ന സഹോദരങ്ങളിൽ അങ്ങയുടെ തിരുമുഖം ദർശിക്കുവാനും അവരെ സ്നേഹിക്കുവാനും സഹായിക്കുവാനുമുള്ള ഒരു ഹൃദയം നൽകി ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈശോയുടെ തിരുഹൃദയമേ, എൻ്റെ ഹൃദയം അങ്ങേ തിരുഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ആമേൻ.